ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠൻ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സാധാരണ പ്രസംഗം പറയുകയും കേൾക്കുകയും നമുക്ക് ശീലമാണ്. എന്നാൽ വിശ്വാസ പഠന ക്ലാസ് എന്ന് പറയുമ്പോൾ പറയുന്ന ആൾക്കും കേൾക്കുന്നവർക്കും അത്ര ഇമ്പകരമല്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം എൻ്റെ മനസ്സിലുള്ളതായ കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തും എന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് ഒത്തുചേർന്ന് ഒന്ന് പരിശ്രമിക്കാം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസം എന്ത് എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടോ? നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസം എന്ത് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ടോ? അനേക നാളുകളായിട്ട് വിശ്വാസ പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പരമല സെമിനാരിയിൽ എല്ലാ ബുധനാഴ്ചയും ക്ലാസ്സുകൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം നിങ്ങൾക്ക് നൽകുകയാണ്. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ സഭയുടെ വിശ്വാസം? അതിനുള്ളതായ ഉത്തരം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളതാണ്. എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൽകുവാനുള്ളതായ ഉത്തരം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാരണം ഏത് ആരാധന ആരംഭിക്കുമ്പോഴും ആരംഭമായി ചൊല്ലി ഇത് പ്രാർത്ഥന ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ആരാധനയിൽ ഉടനീളം ഈ ഒരു വാക്ക് വ്യത്യസ്ത ഭാവത്തിൽ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു പദമാണ് പാട്ടുകൾക്ക് ഇടയിൽ അച്ഛന്മാർ ചൊല്ലുന്നതായ ശുഭഹോ ലാബോ ലബ്രോ വൽ റൂഹോ കാദീശോ എന്ന സുറിയാനി പദം. ഈ പദത്തിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പൊ ജനം പ്രതിവാക്യമായിട്ട് പറയുന്നുണ്ട്, മനോലം വാദ മുൽവോലം ഒൽ മീനാമീൻ. ആദ്യം മുതൽ എന്താ നമ്മൾ പറയുന്നേ? എന്നും എന്നേക്കും തന്നെ ആമീൻ. നമ്മളോട് ചോദിക്കുക, ആരെങ്കിലും എന്താണ് നിങ്ങളുടെ സഭയുടെ വിശ്വാസം എന്ന് ചോദിച്ചാൽ ഇനി ഉത്തരമില്ലാതെ, ഉത്തരം പറയുവാൻ പ്രയാസപ്പെടാതെ തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞേക്കുക, എൻ്റെ സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദീകരണം എല്ലാ പ്രാർത്ഥനകളുടെയും അവസാനത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകളുടെയും അവസാനത്തിൽ, അല്ലെങ്കിൽ ഏത് കൂദാശകൾ നടത്തിയാലും അത് അവസാനിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ്. അത് ഏത് കൂദാശയാണെങ്കിലും ഏത് ആരാധനയാണെങ്കിലും ഏത് നമസ്കാരങ്ങളാണെങ്കിലും എല്ലാം പൂർത്തിയാകുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ്. നമ്മളോടൊപ്പം ചോദിക്കും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിക്കും, ആരാണ് പിതാവ്? ആരാണ് പുത്രന്? ആരാണ് പരിശുദ്ധാത്മാവ്? ഈ മൂന്ന് ആളത്വങ്ങളെ പറ്റിയുള്ളതായ പിതാക്കന്മാരുടെ വിശദീകരണമാണ് വിശ്വാസ പ്രമാണം. നമ്മളൊന്ന് ചൊല്ലി നോക്കിയാൽ മതി. ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്: സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണത്തിന്റെ ഒന്നാമത്തെ പാരഗ്രാഫിൽ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ആരാണ് പിതാവ് എന്നുള്ളതാ. നമ്മൾ എല്ലാ പ്രാർത്ഥനകളുടെയും അവസാനത്തിൽ ഇത് ചൊല്ലി അങ്ങ് വിടാറുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന്. ഇവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ ആരാണ് പിതാവ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ
വിശ്വസിക്കുന്നു. അത് കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, ആരാണ് പുത്രൻ? എന്താണ് ഈ പിതാവും പുത്രനും തമ്മിലുള്ളതായ ബന്ധം? ഇത് ചോദിക്കുമ്പോൾ വിശ്വാസ പ്രമാണത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡിക അങ്ങോട്ട് ചൊല്ലി നോക്കുക. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും, സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും, സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും, മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ അധികാരമുള്ളവനുമായ ഏക പുത്രനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നോക്കിക്കേ, അവിടെയുള്ളതായ ഓരോ സെന്റൻസും ഒന്ന് നോക്കുകയാണെങ്കിൽ ആരാണ് പുത്രൻ തമ്പുരാൻ എന്നതിന് ഉത്തരമാ. ഇത് അനീഷച്ചൻ പഠിപ്പിച്ചതല്ല. ഏകദേശം 3-ാം നൂറ്റാണ്ടിൽ തന്നെ പരിശുദ്ധ പിതാക്കന്മാർ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ പേര് നിഖ്യ വിശ്വാസ പ്രമാണം എന്ന, നിഖ്യ സുന്നഹദോസ കൂടിയ അന്ന് പരിശുദ്ധ പിതാക്കന്മാർ ക്രോഡീകരിച്ചതായ ഭാഗമാണ് ഈ വിശ്വാസ പ്രമാണത്തിന്റെ ഓരോ വാക്കുകളും. നമ്മൾ നോക്കിയാൽ ഈ വിശ്വാസ പ്രമാണത്തിൽ എടുത്തു വെച്ചിരിക്കുന്നതായ ഓരോ വാക്കുകളും വേദപുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളിൽ നിന്ന് ഓരോ ഭാഗങ്ങളിൽ നിന്ന് അടർത്തി എടുത്തു വെച്ചിരിക്കുന്നതാ. ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മളോട് ചോദിക്കുകയാ, ആരാണ് പരിശുദ്ധാത്മാവ്? അത് വിശ്വാസ പ്രമാണത്തിന്റെ 3-ാമത്തെ പാരഗ്രാഫാണ് ഉത്തരം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് പറയുമ്പോൾ ആരംഭങ്ങളിലെല്ലാം ആരാണ് പരിശുദ്ധാത്മാവ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇനി നിങ്ങളുടെ അടുക്കൽ എന്താണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയുടെ വിശ്വാസം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയുവാനുണ്ടാകണം, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഇവരൊക്കെ ആരാണ്? ഇവരുടെയൊക്കെ ജീവിതം പരസ്പരം എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്കായി എഴുതി രൂപപ്പെടുത്തിയിട്ടുള്ളതായ വിശ്വാസ പ്രമാണം അങ്ങോട്ട് ചൊല്ലിക്കേൾപ്പിക്കുക. നമ്മൾ മനസ്സിരുത്തി അതിൻ്റെ അർത്ഥം അറിഞ്ഞൊന്ന് വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ സംശയങ്ങളൊക്കെ മാറി നമ്മുടെ വിശ്വാസം എന്ത് എന്ന് വ്യക്തമായിട്ട് ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കും. അത് നിങ്ങളുടെ തുടർന്നുള്ളതായ ജീവിതത്തിൻ്റെ എന്നും കൂട്ടായിട്ട് ഈ ഒരു ഭാഗം അങ്ങ് വിടുകയാണ്. പരിശുദ്ധമായ നോമ്പിൻ്റെ കാലഘട്ടമാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ അതിന് വ്യത്യസ്തങ്ങളായ അർത്ഥ തലങ്ങളാണ് ഉള്ളത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെടിഞ്ഞ് ജീവിക്കുന്നത് നോമ്പായിട്ട് മാറും. ചിലരെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വെടിഞ്ഞ് കൂടുതലായി ദൈവത്തോട് ചേർന്ന് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ കൂടുതലായിട്ട് അതുവരെയുള്ളതായ ജീവിതത്തെക്കാൾ ഒരല്പം കൂടി കൂടുതലായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുമ്പോൾ ചില ആളുകൾക്ക് നോമ്പ് പൂർണ്ണതയിലെത്തും. എന്നാൽ ചിലരുണ്ട് ഇതൊന്നുമല്ല, എപ്പോഴും ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ തക്കവണ്ണം, കൂടുതലായി ദൈവത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം അതിനനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ആമുഖമായി ആദ്യം ഞാൻ ഓർമ്മിപ്പിച്ചത്, നോമ്പ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്ത അർത്ഥതലങ്ങളാണ്. കാരണം ഞാൻ അറിയുന്നത് പോലെയല്ല നിങ്ങൾ ഓരോ വ്യക്തികളും കർത്താവിനെ അറിയുന്നതും പരിശുദ്ധന്മാരെ അറിയുന്നതും ശുദ്ധിമതികളെ അറിയുന്നതും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഏറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയേറും, നമ്മുടെ നോമ്പനുഷ്ഠാനത്തിൻ്റെ തീഷ്ണത വർദ്ധിക്കും. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങൾ
ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോമ്പ് കാലം പലരും അറിയാതെ പോയിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെന്ന് നിന്നാൽ, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അനേക ട്രെയിനുകൾ അതുവഴി പോകും, അല്ലെങ്കിൽ അനേക ബസ്സുകൾ അതുവഴി പോകും. പക്ഷെ നമ്മൾ കയറാറുള്ളത് നമുക്ക് പോകേണ്ടുന്ന, നമുക്ക് എവിടെയാണ് ചെല്ലേണ്ടത്, ആ സ്ഥലത്തേക്കുള്ള വാഹനത്തിൽ, ബസ്സിലായിരിക്കും, അല്ലെ ട്രെയിനിൽ മാത്രമായിരിക്കും. മറ്റ് ഏത് വാഹനങ്ങൾ നമ്മുടെ മുമ്പിലൂടെ പോയാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുകയുമില്ല. ഇത് തന്നെയാണ് ഇന്ന് നമ്മുടെ നോമ്പനുഷ്ഠാനത്തിലും വന്നിരിക്കുന്നത്. പരിശുദ്ധ സഭ 5 നോമ്പുകൾ ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. നോമ്പുകളുടെ പേരുകൾ ഒന്ന് പറയാമോ? ഒന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നോമ്പ, എഴുതോ നോമ്പ് എന്ന് പറയും. 25 ദിവസമുള്ളതായ നോമ്പ്. ഇനി ഇത് കഴിഞ്ഞ ഒരല്പം കൂടെ വളരെ ശുഷ്കിച്ച ദിവസങ്ങൾ മാത്രമുള്ള ഒരു നോമ്പുണ്ട്, 3 നോമ്പ് എന്ന് പറയും. അത് കഴിഞ്ഞ് വീണ്ടും അല്പം കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ നോമ്പ് 40 നോമ്പ്. നമുക്കിന്ന് അതിനെ പേരിട്ട് വിളിക്കുന്നത് 50 നോമ്പ്, വലിയ നോമ്പ് എന്നൊക്കെയാണ്. പക്ഷെ എന്നാൽ ആ നോമ്പിന്റെ പേര് 40 നോമ്പ് എന്നാണ്. അതിനുശേഷം പരിശുദ്ധ ശ്ലീഹന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് 13 ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് 15 ദിവസത്തെ നോമ്പ് ആചരിക്കുന്നു. പലപ്പോഴും നമ്മുടെ സഭാവിശ്വാസത്തിൽ ഇന്ന് നോമ്പുകള് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഷ്ഠിക്കുന്നത് വലിയ നോമ്പാണ്. ആ വലിയ നോമ്പിൽ തന്നെ വളരെ വ്യത്യാസങ്ങളുണ്ട്. കാരണം ചിലരൊക്കെ നോമ്പ് ആരംഭം മുതൽ നോക്കും, ചിലരൊക്കെ നോമ്പ് നേരെ അങ്ങ് പകുതിയാക്കും, 25 ദിവസം നോക്കിയാൽ മതി എന്ന് ചിന്തിക്കും. കുറച്ചു കഴിഞ്ഞ് അതിനേക്കാൾ വിരുദ്ധന്മാരുണ്ട്, കഷ്ടാനുഭവ ആഴ്ച മാത്രം നോമ്പനുഷ്ഠിക്കുന്നവരുണ്ട്. വീണ്ടും അതിനേക്കാൾ വലിയ ബിരുദന്മാരുണ്ട്, ദുഃഖവെള്ളിയാഴ്ച മാത്രം നോമ്പ് നോക്കുന്നവര്. അതുകൊണ്ട് ഓർക്കുക, നോമ്പ് അനുഷ്ഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. ദൈവം തമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഇതിനോട് ഇതിനെ എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാം എന്ന് തീരുമാനിക്കുന്നതുമൊക്കെ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല നോമ്പുകളും കടന്നു പോയിട്ടും നാം ഒന്നും അറിയാതെ പോയിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നതായ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പിന്റെ പേര് എൽദോ നോമ്പ് എന്നാണ്. ഈ എൽദോ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവിന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരുക്കമാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സഭ ആരംഭിച്ച 1-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഈ നോമ്പുകളൊക്കെ, ഈ പെരുന്നാളുകളൊക്കെ ആഘോഷിച്ചിരുന്നു എന്നുള്ളത്. ഏകദേശം 9-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ 25 നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പും യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാളും സഭയിൽ വളരെയധികം പ്രാധാന്യത്തോടെ കടന്നു വന്നത്. കാരണം ഓരോ പ്രധാനപ്പെട്ട പെരുന്നാളുകൾ, ഫാത്തിമാ സഭയുടെ ഏറ്റവും വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് കർത്താവിന്റെ ഉയർപ്പ് ദിവസം ആയിരുന്നു. ആ ഒരു ദിവസത്തോടനുബന്ധിച്ച് തുടർന്നുള്ളതായ അതിനു മുമ്പുള്ളതായ ദിവസങ്ങള് ആ ദിവസത്തെ സമീപിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂടുതലായി മറ്റു പ്രവർത്തനങ്ങളെ വെടിഞ്ഞ് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ആദിമ പിതാക്കന്മാരും സഭാവിശ്വാസികളുമൊക്കെ ശ്രദ്ധ ചെലുത്തി. അതിന്റെ ഭാഗമായിട്ട് ഉയർപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ളതായ ദിവസങ്ങള് നോമ്പിനു വേണ്ടിയും ഉപവാസത്തിന് വേണ്ടിയുള്ളതായ ദിവസങ്ങളായിട്ട് ക്രമീകരിച്ചു. അതിനുശേഷം പിൽക്കാലങ്ങളിലും നൂറ്റാണ്ടുകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ദൈവമാതാവിന്റെയും ശ്രീഹന്മാരുടെയും ഒക്കെ കാലഘട്ടം ഇങ്ങനെ കഴിയാറായപ്പോൾ യേശുതമ്പുരാന്റെ മനുഷ്യാവതാര ചരിത്രം വിസ്മരിക്കപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ തക്കവണ്ണം ഈ ഉയർപ്പ് പെരുന്നാളിന്റെ അത്ര തന്നെ പ്രാധാന്യം യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാളിനും ഉണ്ടാവുകയാണ്. 9-ാം നൂറ്റാണ്ട് മുതൽ വളരെയധികം നിഷ്ഠയോടുകൂടി വളരെയധികം വ്യക്തി ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ ആ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നതിന് മുന്നോടിയായിട്ട് കുറേ ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ കൂടെ അന്നുണ്ട് പിതാക്കന്മാരും വിശ്വാസികളും ഒക്കെ കൂടിയിരുന്നു. അത് ഇന്ന് കുറെ കഴിഞ്ഞപ്പോൾ അതൊരു ദിവസങ്ങളെ നിജപ്പെടുത്തി
അത് വീണ്ടും നമ്മുടെ സഭാപിതാക്കന്മാരിലൂടെ കൈമാറി നമ്മുടെ പക്കലും എത്തിയിരിക്കുകയാണ്. ആരെങ്കിലും ഈ നോമ്പ് വന്ന് നിങ്ങളെ വിളിച്ചത് അറിഞ്ഞിട്ടില്ല, അറിയാതെ പോയിട്ടുണ്ട് എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ഒന്ന് ശ്രമിക്കുക. കാരണം എന്താ എന്ന് പറഞ്ഞാൽ, ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്തിനു വേണ്ടി എന്ന ഒരു ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എങ്കിൽ നമുക്ക് ഈ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നമ്മുടെ ഭവനങ്ങളൊക്കെയും അലങ്കരിക്കുകയും ക്രിസ്മസ് സ്റ്റാറുകളും പുൽക്കൂടുകളും ഒക്കെ ക്രമീകരിക്കുമ്പോൾ ആ പുൽക്കൂടിനുള്ളിൽ ഒരു യേശു കുഞ്ഞിൻ്റെ രൂപം നമ്മൾ പ്രതിഷ്ഠിക്കാറുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തെ ഒന്ന് സ്മരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൽ ആ നല്ല നല്ല സ്മരണകൾ ഒന്ന് അയവിറക്കുവാൻ തക്കവണ്ണം നമ്മൾ ഈ ഒരു സമയം പുൽക്കൂടുകളൊക്കെയും ഒരുക്കി നക്ഷത്രങ്ങളൊക്കെയും ഇട്ട് ഭവനങ്ങളൊക്കെ അലങ്കരിക്കാറുണ്ട്. ഇത് മാത്രം ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ 25 നോമ്പ് വീടുന്ന ദിവസം ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ചു തുടർന്ന് വന്ന വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് നോമ്പ് വീടൽ ആചരിക്കുമ്പോഴും നമ്മൾ ഓർക്കുക, ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ജനിച്ചോ എന്ന്. നമ്മൾ പള്ളിയിൽ പോയില്ല എങ്കിലും നമ്മുടെ ഉള്ളിൽ ഉള്ളതായ ക്രിസ്തുവിൻ്റെ അംശം പുനർജനിക്കും. പക്ഷേ ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ, പുൽക്കൂടിനുള്ളിൽ നമ്മൾ വെച്ചതായ ജീവനില്ലാത്ത ഒരു ക്രിസ്തു, നിർജീവമായി കിടക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് പുൽക്കൂടിനുള്ളിൽ നമ്മൾ വയ്ക്കുന്നത്. വേറെ മറ്റു പാരമ്പര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു എങ്കിൽ തന്നെയും നമ്മൾ ഓർക്കുക, നോമ്പ് അനുഷ്ഠിക്കാതെ, ഈ നോമ്പ് പൂർണ്ണമാകാതെ യേശു ക്രിസ്തുവിൻ്റെ ജനനം നാം ആഘോഷിക്കുമ്പോൾ ഓർക്കുക, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ജനിക്കുന്നതായ ക്രിസ്തുവിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്, നിർജീവമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാര് ഉള്ളിൽ ജീവനുള്ളതായ ക്രിസ്തുവിനെ കൂടുതലായി ശോഭിപ്പിക്കുക. എൻ്റെ നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ട്. ഇന്ന് രാവിലെയും വിശുദ്ധ കുർബാന നമ്മൾ അനുഭവിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട്. പഴയ അല്പം പ്രായമുള്ളവർക്കറിയാം, വീട്ടിൽ വിറക് വെച്ച് അടുപ്പ് കത്തിക്കുമ്പോൾ, ഇന്നതൊന്നും ഇല്ല, അതുകൊണ്ടാണ് പ്രായമുള്ളവരെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്. ആ വിറക് അല്പസമയം കത്തിയിരിക്കുന്നത് ഊതാതെ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ ചാരം മൂടി നിൽക്കുന്നതായ ഒരവസ്ഥയുണ്ട്. എന്നാൽ വീണ്ടും ആ വിറകൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി വെച്ച് ഒന്ന് ഊതി ഒന്ന് അല്പം ആ ചാമ്പലൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും പ്രകാശിക്കുകയും തീ ആളി കത്തുകയും അത് മറ്റ് നമ്മുടെ ഉപയോഗത്തിനായിട്ട്, എന്ത് ഉപയോഗത്തിനായിട്ടാണ് നാം അത് വെച്ചത്, അത് പൂർത്തിയാക്കുവാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യുന്നു. അതേപോലെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. പരിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച യേശു ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ നമുക്ക് ലഭിച്ച നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഇതൊക്കെ ഇന്ന് കനലിന്റെ മുകളിൽ ചാമ്പലം മൂടി കിടക്കുന്നതായ അവസ്ഥയാണ്. അതിന് മാറ്റം വരുത്തുവാനാണ് പിതാക്കന്മാര് ഈ നോമ്പും പ്രാർത്ഥനയൊക്കെ നമുക്ക് ക്രമീകരിച്ച് തന്നത്. ജനന പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ ഈ ജനന പെരുന്നാള് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നിർജീവമായ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ മതി എങ്കിൽ ഓർക്കുക, ഇന്നിപ്പോ പോകുന്നതായ അവസ്ഥയിൽ അങ്ങ് മുമ്പോട്ട് പോയാൽ മതി, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തണ്ട. എന്നാൽ അങ്ങനെയല്ല, എൻ്റെ ഉള്ളിൽ എനിക്ക് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ സാധ്യമാകണമെങ്കിൽ, എൻ്റെ ഉള്ളിൽ വസിക്കുന്നതായ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് കൂടുതലായി പ്രോജ്വലിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു കൊള്ളുക. അതോ ഞാൻ ഇന്ന് ആയിരിക്കുന്ന എൻ്റെ അവസ്ഥയിൽ തുടർന്നു പോയാൽ എനിക്ക് മുൻപോട്ട് പോകുവാന്, ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ വഹിക്കുവാന്, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാന്, ഞാൻ ആഘോഷിക്കുന്നതായ ഈ ക്രിസ്മസ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി നമ്മുടെ ഈ ഒരാഴ്ചക്കാലം, അല്ലെങ്കിൽ ഈ ഒരു നോമ്പിന് മുമ്പുള്ളതായ കാലങ്ങള് വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികളോടുമുള്ള അറിയിപ്പുകളാണ്. ഓരോ ഞായറാഴ്ചയും നമ്മൾ വേദഭാഗങ്ങളൊക്കെ വായിച്ച് കേൾക്കുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദേവാലയങ്ങളിൽ. നമ്മുടെ സഭയുടെ ആരാധന കലണ്ടർ അനുസരിച്ച് ഒന്നാമത്തെ കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്.
ജനന പെരുന്നാൾ വരെയുള്ളതായ കുദോഷിത്തോ മുതൽ തുടങ്ങി ജനന പെരുന്നാൾ വരെയുള്ളതായ ദിവസങ്ങൾ. ഈ ഒരു ദിവസങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമേ തന്നെ കുദോഷിത്തോ അത് സഭയെ ശുദ്ധീകരിക്കുന്നു. രണ്ടാമത്തെ ആഴ്ച ഹൂദോസിത്തോ പെരുന്നാള് ശുദ്ധീകരിച്ചതായ സഭയെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്, പ്രതിഷ്ഠിക്കുകയാണ്. അതിനുശേഷമുള്ളതായ ദിവസങ്ങള് അത് യേശു ക്രിസ്തുവിന്റെ ജനനത്തിനായിട്ട് സഭ മുഴുവനും ഒരുങ്ങുകയാണ്. ശുദ്ധീകരിക്കപ്പെട്ട് ദൈവസന്നദ്ധയിൽ സമർപ്പിച്ചതായ സഭ മുഴുവനും നമ്മുടെ നാഥന്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ച് വരുന്നതായ ദിവസങ്ങളിൽ ഈ വ്യാഖ്യാനങ്ങളൊക്കെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ മാത്രം അധിഷ്ഠിതമല്ല. വേദപുസ്തകത്തിലും പാരമ്പര്യത്തിലും ഒരേ രീതിയിൽ, അതായത് ഈക്വൽ പാർട്ടിസിപ്പേഷനാണ് ഉള്ളത്. 50% പാരമ്പര്യമാണെങ്കിൽ 50% വേദപുസ്തകത്തിൽ അധിഷ്ഠിതവുമാണ് നമ്മുടെ സഭയും സഭയുടെ ആരാധനയും വിശ്വാസവും ഒക്കെ. ഓരോ ആരാധനാ ക്രമങ്ങളും ആരാധനയിലെ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ തന്നെ അതിൻ്റെ വ്യത്യസ്ത അർത്ഥതലങ്ങളിൽ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ പിതാക്കന്മാരാ. ആദ്യം മുതൽ ഈ നൂറ്റാണ്ട് വരെ ഈ സഭയിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാരാണ് ഇതൊക്കെ ക്രോഡീകരിച്ച് വരും തലമുറയ്ക്കായിട്ട് നമുക്ക് കൈമാറ്റം ചെയ്ത് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് പലപ്പോഴും ഈ പാരമ്പര്യവും മറക്കുകയാണ്, ഈ പിതാക്കന്മാരെയും മറക്കുകയാണ്. പാരമ്പര്യവും പിതാക്കന്മാരും ഒക്കെ അങ്ങ് മറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടുതലായി വേദപുസ്തകത്തിന്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ പലതിനും ഉത്തരം കണ്ടെത്തുവാന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് ഇന്ന് നമ്മൾ ഉന്നയിക്കുന്നതായ ചില പ്രശ്നങ്ങൾ, ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കടന്നു വരുന്നതായ ചില ചിന്തകൾ, അതിനു മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധ പിതാക്കന്മാര് പാട്ടിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് അർത്ഥമറിയാതെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് എന്താണ് പാരമ്പര്യമെന്നോ എന്താണ് പിതാക്കന്മാര് പഠിപ്പിച്ചിരിക്കുന്നതെന്നോ എന്നൊന്നും നമുക്ക് അറിയുകയില്ല. പലതും കേട്ടുള്ള അറിവ് മാത്രമാണ് നമുക്കുള്ളത്. അതിൻ്റെ അർത്ഥവ്യാപ്തി തന്നെ അധികമൊന്നും ഇല്ലാത്തതിനാൽ എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ, എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ ഇതൊക്കെ ഇട്ട് കളഞ്ഞേച്ച് ഓടിപ്പോകുന്നതായ ഒരവസ്ഥയുമാണ് ഉള്ളത്. ഈ ജനന പെരുന്നാൾ വരെയുള്ളതായ ദിവസങ്ങളിൽ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായ ചില ചിന്തകൾ, നമ്മുടെ വേദപുസ്തകത്തിൽ ഇല്ലാത്തതായ ചില പാരമ്പര്യ കഥകൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ ഒരു കാലത്തിന് അറിയപ്പെടുന്നത് കുദോഷിത്തോ മുതൽ ജനന പെരുന്നാൾ വരെയുള്ളതായ ഈ കാലം അറിയപ്പെടുന്നത് അറിയിപ്പിന്റെ കാലം, സൂബോറോ കാലം എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അറിയിപ്പിന്റെ ദിവസങ്ങളാണ്. കുദോഷിത്തോയും ഹോദോസിത്തോയും കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ പറ്റി അദ്ദേഹത്തിന്റെ പിതാവായ സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പ്. സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി കന്യക മറിയാമിനോടുള്ളതായ അറിയിപ്പ്. ഈ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം കന്യക മറിയാം എലിസബത്തിന്റെ അടുക്കിലേക്കുള്ളതായ യാത്ര, അതിനുശേഷം യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ പറ്റിയും വീണ്ടും യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി യോസേഫ് പിതാവിനുണ്ടായ വെളിപാടിനെ പറ്റിയുമാണ് ഇതിനു മുമ്പുള്ളതായ ആഴ്ചകൾ വായിച്ച് കേൾക്കുന്നത്. ഇതൊക്കെ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ പരിശുദ്ധ പിതാക്കന്മാരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേയുള്ളൂ. യേശുക്രിസ്തുവിന്റെ ജനനം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിതാവാം ദൈവം സങ്കല്പിച്ച് അതിന് നമ്മുടെ ഈ ലോക യേശുക്രിസ്തുവിന്റെ ഈ ലോക മനുഷ്യാവതാരം എങ്ങനെ ആയിരിക്കണമെന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രവാചകന്മാർ സാക്ഷിച്ചിട്ടുണ്ട്.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മെശിഹായുടെ വരവിനെ പറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജനനം എന്ന് പറയുന്നത് ഇന്നോ നാളെയോ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടായ ഒരു ജനനം അല്ല എന്ന് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണമാണ്. യേശുവിന്റെ ജനനത്തിന് മുമ്പുള്ളതായ സകല പ്രവർത്തനങ്ങളും സകല സംഭവങ്ങളും ഓർത്ത് അവയെ അനുസ്മരിച്ചുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പുകളുണ്ട്, അറിയിപ്പുകളുണ്ട്, ദൈവത്തിന്റെ വാക്കുകൾക്ക് സന്ദേശവാഹകരായി അനേകര് എത്തുന്നുണ്ട്. ഇവയൊക്കെ കേട്ടറിഞ്ഞ് ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവിയോർക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യ സമൂഹവുമുണ്ട്. ഇവരെയൊക്കെ ഓർത്തതിന് ശേഷമാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിനായിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്നത്. സഖറിയാ പുരോഹിതന് അറിയിക്കുകയാണ് എന്താണ് സഖറിയാ പുരോഹിതന്റെ തുടർന്നുള്ളതായ ജീവിതം. നിനക്ക് ഒരു മകൻ ജനിക്കും. അവൻ ആരായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വേദഭാഗം വായിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നതായ ഒരു ദുഃഖം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച സഖറിയാ പുരോഹിതൻ എന്ത് സംഭവിച്ചു? മൗനിയായി തീർന്നു, നിശബ്ദനായിട്ട് തീർന്നു. നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ദൈവം പറഞ്ഞ കാര്യം വിശ്വസിക്കാത്തതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്നാണ്. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായപ്പോൾ അതിനെ സംശയിച്ചതിനാല് സഖറിയാ പുരോഹിതനെ സംസാരിക്കുവാനുള്ളതായ ശക്തി നഷ്ടമായി പോയി, അല്ലെങ്കിൽ ദൈവം അവനെ ശിക്ഷിച്ചു എന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. എന്നാൽ പരിശുദ്ധ പിതാക്കന്മാര് ആ ഒരു സംഭവത്തിന്, അല്ലെങ്കിൽ അവിടെ നടന്നതായ മൗനിയായി തീർന്ന സഖറിയാ പുരോഹിതന് നൽകുന്നതായ വ്യാഖ്യാനം ദൈവത്തിന്റെ അരുളപ്പാടിന്റെ അടയാളം എന്നാണ്. ദൈവത്തിന്റെ അരുളപ്പാട് അതിവിശുദ്ധ സ്ഥലത്ത് സഖറിയാ പുരോഹിതൻ ഉണ്ടായി എന്ന് ജനം കണ്ടത് അവൻ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്ന് അവരോട് സംസാരിപ്പാൻ കഴിയാതെ ഊമനായിരുന്നത് കൊണ്ടാണ്. സാധാരണ പോലെ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സഖറിയാ പുരോഹിതൻ അവരോട് സംസാരിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും അവർക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അവന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി എന്ന്. എന്നാൽ ഇവിടെ പിതാക്കന്മാര് നൽകുന്നതായ വ്യാഖ്യാനം ഇതാണ്: ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി എന്നുള്ളതിനുള്ള അടയാളമാണ് സഖറിയാ പുരോഹിതൻ മൗനിയായി തീർന്നത്. നമ്മളെപ്പോഴും വളരെയധികം ദുഃഖത്തോടെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നന്മ മാത്രമല്ല ശാപവും ഉണ്ടാകുമോ എന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി. ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, എന്തൊക്കെ സങ്കടങ്ങൾ പേറിക്കൊണ്ടാണോ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നത് അവർക്കൊക്കെ അതിന് ഉത്തരം ലഭിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ ജീവ ചരിത്രത്തില് സുവിശേഷങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരേ ഒരു പ്രവർത്തനം മാത്രമേ അത്ര ഉചിതമല്ലാത്തത് സംഭവിച്ചിട്ടുള്ളൂ. ഏതാ സംഭവം എന്ന് പറയാമോ? വിശന്ന് ഫലം ആഗ്രഹിച്ച ഒരു അത്തിയുടെ ചുവട്ടിൽ ചെന്ന് നോക്കി. ആ അത്തിയിലെ ഫലമൊന്നും ഇല്ല. ആ ഫലമില്ലാതിരുന്ന അത്തിയെ തമ്പുരാൻ ശപിക്കുന്നുണ്ട്. അത് അടിതൊട്ട് മുകൾ വരെ ഉണങ്ങിപ്പോയി. ഈ ഒരു പ്രവൃത്തി മാത്രമേ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഒരു തിന്മയായിട്ട് വ്യാഖ്യാനിക്കുക. തിന്മ എന്ന് പറയുവാനും ഒക്കുകയില്ല, അടയാളം എന്ന് തന്നെ വ്യാഖ്യാനിക്കുക. ഒരു അടയാളമായിട്ട് തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അതുമൂലം നമുക്ക് നാശം സംഭവിക്കും എന്നുള്ളതിന് ഒരു അടയാളമായിട്ട് തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സഖറിയാ പുരോഹിതന്റെ മൗനത്തെ പറ്റി ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ തിരിച്ചു പറയുക: എന്റെ ദൈവത്തിന്റെ അരുളപ്പാട് എനിക്കുണ്ടാകുമ്പോൾ, എന്റെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ചില അടയാളങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സഖറിയാ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായപ്പോൾ അവനുണ്ടായതായ അടയാളമാണ് ഇത്. അവൻ നിശബ്ദനായി തീർന്നു എന്നത്. അത് ശാപമായിട്ട് ഒരിക്കലും ആരും കാണുകയും ചെയ്യരുത്. രണ്ടാമത് കന്യകമറിയാം എലിസബേത്തിന്റെ അടുക്കലേക്ക് കന്യകമറിയാമിന് ഉണ്ടാകുന്നതായ അരുളപ്പാട്. കന്യകമറിയാം തന്നെ സമർപ്പിക്കുകയാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ്. വേദഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന ഞാൻ ഒത്തിരി വ്യാഖ്യാനിക്കുന്നില്ല. ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിച്ച കന്യകമറിയാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ്
എലിസബത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു യാത്രയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഒരു നാടിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് തുടങ്ങി ആ നാടിൻ്റെ തന്നെ തെക്കേ അറ്റത്ത് കന്യകമറിയാം ചേർന്നു. സാധാരണ നമ്മളൊരു ചെറിയ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ ചെറിയൊരു 1 മണിക്കൂറത്തേക്കുള്ള ഒരു പുറത്തു പോക്കാണെങ്കിൽ പോലും നമ്മൾ അതൊക്കെ വെൽ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. എന്ത് ചെയ്യണം, ഇതുവഴി പോകണം, എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ ചിന്തിച്ചാണ് പോകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട ഉടൻ തന്നെ കന്യകമറിയാം അവിടെ നിന്ന് പുറപ്പെട്ട് മലനാട്ടില് സക്കറിയ പുരോഹിതന്റെ അടുക്കൽ എത്തുകയാണ്. സക്കറിയ പുരോഹിതന്റെ ഭവനത്തില് എലിസബത്തിന്റെ അടുക്കൽ എത്തുകയാണ്. ഇവിടെ ഒരു ആത്മബന്ധമുണ്ട്. അതൊന്ന് പറയുവാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം കൂടെ ബന്ധപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് ഈ സദ്വർത്തമാനം അറിഞ്ഞ ഉടനെ കന്യകമറിയാം വളരെയധികം ബന്ധപ്പെട്ട് മലനാട്ടില് സക്കറിയ പുരോഹിതന്റെ അടുക്കല് എലിസബത്തിന്റെ അടുക്കലേക്ക് കടന്ന് ചെന്നത്? നമുക്കറിയാം, കന്യകമറിയാമിന്റെ മാതാവും പിതാവും അറിയാമോ ആരൊക്കെയാന്ന്? യോയാക്കീമും ഹന്നായും. ഇവർക്ക് മക്കളില്ലായിരുന്നു. അനേക നാളത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഒക്കെ ഫലമാണ് കന്യകമറിയാം എന്ന ബാലിക. കന്യകമറിയാമിന്റെ ജനനത്തോട് അനുബന്ധിച്ച് തന്നെ സഭാപിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ഉള്ളതായ ഒരു കഥയാണ്. യെരൂശലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന യോയാക്കീമിനെ ആ കാലത്തെ മഹാപുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, മക്കള് ഉണ്ടായില്ല എന്നുള്ളത് അവർക്ക് ലഭിച്ചതായ ശാപം മൂലമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പാപം മൂലമാണ് മക്കള് ഉണ്ടാകാത്തത് എന്ന്. ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം യെരൂശലേം ദേവാലയത്തിൽ കടന്നു ചെന്ന യോയാക്കീമിനെ മഹാപുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞിട്ട് യോയാക്കീമിനോട് പറഞ്ഞു, ആദ്യം നിന്റെ പാപമൊക്കെ പരിഹരിച്ച് വരിക. അവിടെ നിന്ന് യോയാക്കീം തൻ്റെ സ്വന്തം ഭവനത്തിലേക്കല്ല പോയത്. നേരെ മറിച്ച് ആ പ്രദേശത്ത് കാടുമൊക്കെ പിടിച്ച് വിജനമായി കിടന്ന ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കന്യകമറിയാമിന്റെ മാതാവ് ഹന്ന ഭവനത്തിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഒരേ സമയത്ത് തന്നെ അരുളപ്പാട് യോയാക്കീമിനും ഹന്നായിക്കും ഉണ്ടാവുകയാണ്. പിന്നീട് അവർക്ക് ലഭിച്ച മകളാണ് കന്യകമറിയാം. ഈ ബാലികയെ ദേവാലയത്തിൽ കൊണ്ട്, ദൈവം ഞങ്ങൾക്ക് തന്നതിനാൽ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. കന്യകമറിയാമും സക്കറിയ പുരോഹിതനും എലിസബത്തും തമ്മിലുള്ള ബന്ധത്തിന്റെ കാരണം, ചാർച്ചക്കാരി എലിസബത്തിന്റെ അടുക്കിലേക്ക് ചെന്നു എന്ന് പറയുന്നത് രക്തബന്ധത്തെക്കാൾ അധികമായി ഒരു ആത്മബന്ധം അവിടെയുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ രക്തബന്ധത്തിന്റെ വിലയൊക്കെ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ ഉപരി ആത്മബന്ധങ്ങള് എന്നും നാം കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ വ്യഗ്രത കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വലിയ തത്വം തന്നെയാണ് കന്യകമറിയാമും എലിസബത്തും തമ്മിലുള്ളതായ ബന്ധം. രണ്ടുപേരും തമ്മിൽ നോക്കുകയാണ്. ഒരാള് യൗവന പ്രായത്തിലേക്ക് കടന്നു വരുന്നതേയുള്ളൂ, ഒരാള് വാർദ്ധക്യത്തിന്റെ അങ്ങേ അറ്റത്ത് ആയിരിക്കുന്നു. എന്താണ് ഇവർ തമ്മിലുള്ളതായ ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട കന്യകമറിയാമിനെ സംരക്ഷിച്ചത്, അല്ലെങ്കിൽ കന്യകമറിയാമിന്റെ സംരക്ഷണ ചുമതല അന്നത്തെ പുരോഹിതനായിരുന്ന സക്കറിയ പുരോഹിതൻ ആയിരുന്നു. ദേവാലയത്തിൽ ശുശ്രൂഷ അർപ്പിക്കുവാൻ തക്കവണ്ണം സക്കറിയ പുരോഹിതന്റെ ഒപ്പം ദേവാലയത്തിൽ വന്ന് പാർത്തിരുന്ന എലിസബത്ത് ഈ കന്യകമറിയാമുമായിട്ട് വളരെയധികം ഗാഢമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ്. കാരണം തനിക്ക് മക്കളില്ല, ആ മക്കളുടെ സ്നേഹം നൽകുവാൻ തക്കവണ്ണം ഒരു പൈതലിനെ ദേവാലയത്തിൽ വെച്ച് കിട്ടുന്നു. ഇനി ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുവാനുണ്ട്. നമ്മളൊക്കെ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നവർ. ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടിയല്ല. ദൈവമാതാവ് ദേവാലയത്തിലായിരുന്നപ്പോൾ ചെയ്തിരുന്ന ജോലി എന്താണെന്ന് പറയാമോ? അധികം പേരും അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചു കാണത്തില്ല.
ദൈവമാതാവ് ദേവാലയത്തിലായിരുന്നപ്പോൾ ചെയ്തിരുന്നതായ പ്രധാന ജോലി എന്ന് പറയുന്നത് ദേവാലയത്തിൽ പാർത്തിരുന്ന വിധവകളായ വാർദ്ധക്യത്തിലുള്ള അല്ലെങ്കിൽ വൈധവ്യത്തിലുള്ളതായ സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ തുന്നൽ പണിയും ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ടതായ വസ്ത്രങ്ങളൊക്കെയും തുന്നി എടുത്തു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവളിൽ നിക്ഷിപ്തമായി പുരോഹിതൻ അവളെ ഏൽപ്പിച്ചിരുന്നതായ ദൗത്യം എന്ന് പറയുന്നത് ദേവാലയത്തിൽ പാർത്തിരുന്ന വിധവകളായ വാർദ്ധക്യത്തിലുള്ളതായ സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു വൃദ്ധസദനത്തിന്റെ ചുമതലയാണ് എന്ന് അച്ഛന് ഓർമ്മിപ്പിച്ചു. ആ വൃദ്ധസദനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടുള്ള അതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ താല്പര്യമില്ലാത്ത മക്കളും മരുമക്കളും ആരും ദൈവമാതാവിന്റെ മധ്യസ്ഥത യാചിക്കേണ്ട. സ്വന്തം മാതാപിതാക്കളെയും അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ മനസ്സില്ലാത്ത വ്യക്തികൾ ആരും തന്നെ ദൈവമാതാവിന്റെ മധ്യസ്ഥത യാചിക്കേണ്ട. യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഈ പറയുന്നത്. ഇവിടെ ഈ ബന്ധപ്പെട്ട് കന്യകമറിയാം എലിസബേത്തിന്റെ അടുക്കിലേക്ക് ഓടിയതിനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. കാരണം സാധാരണക്കാരി ഒരു യൗവനക്കാരി ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അവൾക്കുണ്ടാകുന്നതായ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ പറ്റി ഗർഭം ധരിച്ചിട്ടുള്ളവരും കൂടെ നിന്നിട്ടുള്ളവർക്കും അറിയാം. എന്നാൽ അതേ സമയത്ത് തന്നെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. വാർത്ത അറിഞ്ഞ് അവിടെ നിന്ന് കന്യകമറിയാം എലിസബേത്തിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷ പ്രകാരം ഏകദേശം എലിസബേത്ത് 6 മാസം ഗർഭിണിയാണ്. അതിനുശേഷം അവളെ പരിചരിച്ച ശുശ്രൂഷകളൊക്കെ നിറവേറ്റി കൊടുത്തതിന് ശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, 3 മാസം അവളോടൊത്ത് പാർത്തതിന് ശേഷം അവൾ തിരികെ സ്വന്തം ഭവനത്തിലേക്ക് പോയി. അതിന്റെ അർത്ഥം അവളുടെ പ്രസവ ശുശ്രൂഷയുടെ മുഴുവൻ സമയവും എലിസബേത്തിന്റെ ഒപ്പം ആരുണ്ടായിരുന്നു? കന്യകമറിയാം ഉണ്ടായിരുന്നു. ശുശ്രൂഷിപ്പാനുള്ളതായ ഒരു ഭാവം. പലതും പാരമ്പര്യങ്ങളിൽ മാത്രം എഴുതപ്പെട്ടിട്ട് പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ മാത്രം എഴുതപ്പെട്ടിട്ടുള്ളതും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനും നമ്മൾ പലതൊക്കെ അങ്ങ് വിസ്മരിച്ചു കളയുകയാണ്. അതുകൊണ്ട് ഓർക്കുക, ഈ ഒരു ബന്ധം എങ്ങനെ ഉണ്ടായി എന്നതിന് ഉത്തരമാണ് ഇത്. കന്യകമറിയാമും എലിസബേത്തും തമ്മിലുള്ളതായ ബന്ധം ദേവാലയത്തിൽ നിന്നുള്ള ആരംഭം, ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച അത് ഭവനത്തിൽ എത്തിയും അത് കാത്തു സൂക്ഷിക്കുവാൻ കന്യകമറിയാമ് വ്യഗ്രത കാണിക്കുന്നുണ്ട്. അതിനുശേഷം യോഹന്നാൻ സ്നാപകന്റെ ജനനമാണ്. ബാക്കി വേദഭാഗങ്ങളൊക്കെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കും കൂടുതൽ പോകുന്നില്ല. ഈ വേദഭാഗങ്ങളൊക്കെ ഓരോ ആഴ്ചയും നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെടും. യേശുവിൻ്റെ മുന്നോടിയായി വന്നവൻ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് ഒരേ ഒരു കാര്യമാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. എന്നാൽ യേശു തമ്പുരാൻ ഇക്കാര്യമൊന്നും പറഞ്ഞുമില്ല. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. യേശു തമ്പുരാന്റെ പ്രസംഗത്തിൽ ഇതൊന്നും വന്നില്ല. ഒരുക്കം അത് അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുക്കം അത് അത്യാവശ്യമാണ്. യേശു ക്രിസ്തുവിന്റെ പ്രവർത്തന കാലങ്ങൾക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾക്ക് വഴി ഒരുക്കുവാൻ തക്കവണ്ണമാണ് യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വന്നത്. അവന് ലഭിച്ചതായ ബഹുമതി എന്തെന്ന് ചോദിച്ചാൽ, സ്ത്രീകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ അതിനു മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല. അത്രമാത്രം തീഷ്ണതയോടുകൂടി തൻ്റെ പിന്നാലെ വരുന്നവന് വഴിയൊരുക്കി പോയവനാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാന് ആ വേദഭാഗം വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതായിട്ട് വരാഞ്ഞത്. യോഹന്നാൻ പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. ഈ പരിശുദ്ധമായ നോമ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പിതാക്കന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഈ ഒരു വഴിയൊരുക്കലിന് വേണ്ടിയാണ്. എൻ്റെയും നിങ്ങളുടെ മനസ്സ് പലവിധ കാര്യങ്ങളാൽ അങ്ങ് മൂടപ്പെട്ട് കിടക്കുകയാണ്. ആ മൂടപ്പെട്ട് കിടക്കുന്നതൊക്കെയും എടുത്തു മാറ്റി നല്ല നിരപ്പായ ഒരു പ്രതലം എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിൽ ജനിപ്പിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളതായ യേശു ക്രിസ്തുവിനെ കൂടുതലായിട്ട് പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം വഴി ഒരുക്കുക എന്നുള്ളതാണ് ഈ നോമ്പിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രധാന പെരുന്നാളുകളോടനുബന്ധിച്ചും പരിശുദ്ധ പിതാക്കന്മാര് ഒരു നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്.
ഏതൊക്കെ പെരുന്നാള് പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കണമെന്ന് പരിശുദ്ധ പിതാക്കന്മാർ ഒത്തൊരുമിച്ച് ചേർന്നിരുന്ന് തീരുമാനിക്കുകയും ആ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുന്നതിന് മുന്നോടിയായിട്ട് നോമ്പ് നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണമെന്ന് പരിശുദ്ധ പിതാക്കന്മാര് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തത്. ഇനി അടുത്തത് യോസഫ് പിതാവിന് ലഭിച്ചതായ ഒരറിയിപ്പാണ്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ് യോസഫ് പിതാവ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശു തമ്പുരാന്റെ വളർത്തു പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ആ തിരഞ്ഞെടുപ്പിനും ഒരു പ്രത്യേകതയുണ്ട്. ദേവാലയത്തില് സക്കറിയാ പുരോഹിതന്റെ ചുമതലയിൽ ആയിരുന്ന കന്യക മറിയാമിന് വിവാഹപ്രായം എത്തിയപ്പോൾ, നമുക്കും അറിയാം, പെൺകുട്ടികളെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതായ ഒരു പാരമ്പര്യം യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ഇത്ര വയസ്സ് വരെ എന്ന് ഇത് നിജപ്പെടുത്തിയുമിരുന്നു. ആ വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ അവളുടെ ഉത്തരവാദിത്വം മറ്റൊരു വ്യക്തിയിലേക്ക് ഏൽപ്പിച്ച് ദേവാലയത്തിൽ നിന്ന് പറഞ്ഞയക്കുകയാണ് പതിവ്. അപ്രകാരം തന്നെ കന്യക മറിയാമിന് വിവാഹ പ്രായമെത്തിയപ്പോൾ കന്യകയുടെ ചുമതലയുണ്ടായിരുന്ന സക്കറിയാ പുരോഹിതൻ ദേവാലയത്തിൽ ഒരു വിളംബരം നടത്തി. ഈ കന്യകയെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വടി കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുക. ഇതേ ഒരു പാരമ്പര്യം തന്നെ പഴയ നിയമത്തിലുണ്ട്. നമ്മൾ ആരാധനയിൽ പാടും, മന്ന നിക്ഷേപിത ചെപ്പും മുള പൂണ്ടോ രഹറോന്റെ വടിയും. ഇസ്രായേൽ ജനതയെ നയിപ്പാൻ തക്കവണ്ണം അഹറോനെ തിരഞ്ഞെടുക്കുന്നതും ഇതേപോലെ തന്നെയാണ്. ഓരോ ഗോത്രത്തിൽപ്പെട്ട ആളുകള്, ഗോത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഓരോ വടി കൊണ്ടുവന്ന് മോശയുടെ പക്കൽ ഏൽപ്പിച്ചു. മോശ അത് സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ അഹറോന്റെ വടി തളിർത്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു. ആ തളിർത്ത വടിയുടെ ഉടമയായ അഹറോൻ ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ തക്കവണ്ണം മോശയുടെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ ഒരു പാരമ്പര്യം തന്നെയാണ് കന്യക മറിയാമിന്റെ വിവാഹ നിശ്ചയത്തിന് വരനെ കണ്ടെത്തുവാൻ തക്കവണ്ണം സക്കറിയാ പുരോഹിതനും ഇറങ്ങി തിരിച്ചു, അല്ലെങ്കിൽ മുൻകൈ എടുത്ത് ഇറങ്ങിയപ്പോൾ ചിന്തിച്ചത്. ഈ കന്യകയെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഒരു വടി കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുക. സക്കറിയാ പുരോഹിതൻ അത് യെരുശലേം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവച്ച് ഇറങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ യോസഫ് പിതാവിന്റെ വടി തളർത്തിരിക്കുന്നതായിട്ട് കണ്ടു. ഇന്ന് നമ്മുടെയൊക്കെ വിവാഹവും നമ്മുടെയൊക്കെ തീരുമാനങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ചിന്തിച്ച് തിരുകുന്നു എന്നാ. എന്നാൽ നമ്മൾ മറന്നു പോകുന്നതായ ഒരു തത്വമുണ്ട്. എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിതാക്കന്മാര് എടുക്കുന്നതായ തീരുമാനം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ വെച്ച് ദൈവസാന്നിധ്യത്തിൽ പരിശുദ്ധാത്മ നൽവരൻ അയച്ച് അത് പൂർത്തിയാക്കുമ്പോൾ മാത്രമാണ് ഏതൊരു കുദാശയും അല്ലെങ്കിൽ ഏതൊരു തീരുമാനവും പൂർത്തിയാക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ വെച്ച് നടക്കുന്നതായ വിവാഹ നിശ്ചയത്തിന്റെ കുദാശ പോലും അത് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പുരോഹിതൻ ആശീർവദിച്ച് സഭയ്ക്ക് വേണ്ടി വിരലുകളിൽ മോതിരം അണിയിക്കുമ്പോഴാണ് പൂർത്തിയാകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാരമ്പര്യപ്രകാരം യോസഫ് പിതാവിന്റെ വടി തളർത്തിരിക്കുകയും ദൈവനിശ്ചയപ്രകാരം തന്നെ യോസഫ് പിതാവിനെ കന്യക മറിയാമിന് വരനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും കന്യക മറിയാമിനെയും യോസഫ് പിതാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ യോസഫ് ഒരു വൃദ്ധനായ ഒരു മനുഷ്യന്റെ ചിത്രീകരണമാണ്. കാരണം തന്നെ യേശുക്രിസ്തുവിന്റെ ചെറുപ്പകാലത്ത് മാത്രം പ്രതിപാദിക്കപ്പെടുകയും എന്നാൽ യേശുക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം വിസ്മരിക്കപ്പെട്ടു പോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് യോസഫ് പിതാവ്. അതിന് പിതാക്കന്മാർ നൽകുന്നത് യേശുക്രിസ്തുവിന് 30 വയസ്സായപ്പോഴേക്കും യോസഫ് പിതാവ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു എന്നാണ്. അപ്പോൾ ഓർക്കുക, ഇവിടുത്തെ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പോലും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ഒരു വാക്കുപോലും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് യോസഫ് പിതാവ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സ്വപ്നത്തിൽ ഉണ്ടാകുമ്പോൾ ആ അരുളപ്പാടനുസരിച്ച് എന്ത് പറയുന്നു, എവിടേക്ക് പോകാൻ പറയുന്നു, അതിനനുസരിച്ച് അവിടേക്ക് ഓടിപ്പോകുന്നതായ ഒരു പിതാവാണ് യോസഫ് പിതാവ്. കഷ്ടമെന്ന് പറയട്ടെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയില്
ഈ പിതാവിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം ഉള്ളതായിട്ട് അറിയുകയില്ല. എൻ്റെ അറിവിൽ ഒത്തിരി ഞാൻ നോക്കി, പക്ഷെ എങ്ങും ഉള്ളതായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഒരു കുരിശുമൂടോ ഒരു ത്രോണോസ് പോലുമോ ഈ ഒരു പിതാവിൻ്റെ പേരിൽ ഉള്ളതായിട്ട് അറിയുകയില്ല. എന്നാൽ കത്തോലിക്ക സഭ ഉള്ളത് കൊണ്ട് ഈ പിതാവിൻ്റെ പെരുന്നാൾ ആണ്ടിലൊരിക്കലെങ്കിലും ആഘോഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു ദുഃഖം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് അധികം വ്യാഖ്യാനമൊന്നും നൽകുവാനും പോകേണ്ട. കാരണം ദൈവമാതാവിൻ്റെ അത്രമാത്രം പ്രാധാന്യം ഇല്ല എങ്കിൽ തന്നെയും ഒരു നിമിഷം ഒന്ന് വേദപുസ്തകത്തിലൂടെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം കഷ്ടപ്പാടുകളാണ് ഈ ഒരു യൗസേപ്പ് പിതാവ് യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലത്തില് അനുഭവിച്ചത് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. അവരുടെ യാത്രയെ പറ്റിയൊക്കെ വേദപുസ്തകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ പാരമ്പര്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജനന വെളിപാട് ഉണ്ടായതിനു ശേഷം മനസ്സിൽ 2 ആശങ്കകളായ യൗസേപ്പ് പിതാവിന്. ഇവളെ സ്വീകരിച്ചാൽ എൻ്റെ അവസ്ഥ എന്താകും? ഇവളെ ഉപേക്ഷിച്ചാൽ ഇവളുടെ അവസ്ഥ എന്താകും? ഇന്ന് നമ്മുടെ സമൂഹത്തില് സങ്കടമാണ്. ഈ 2 ചിന്തകൾ ഇല്ലാതെ പോയിരിക്കുന്നു. അതിനാൽ ഏറ്റവും കൂടുതൽ ജോലിയുള്ളത് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക. എനിക്ക് തോന്നേ ഒപ്പിട്ട് ആ പിതാവിൻ്റെ കരം തളർന്നിട്ടുണ്ടാകും മക്കളുടെ 2ാം വിവാഹത്തിന് വേണ്ടി. അതുകൊണ്ട് ബന്ധങ്ങള് മുറിച്ചു വിടുവാൻ ആഗ്രഹിക്കുന്നവരും ബന്ധങ്ങളെ പറ്റി കൂടുതൽ ആഴത്തിൽ അറിയാത്തവരും ഇതൊന്ന് ചിന്തിക്കുക. ഈ യോസേപ്പ് പിതാവ് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ പോലെയാണ്. 2 പേരും 2 പാർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അപ്രകാരമുള്ള ഒരവസ്ഥയിൽ ഞാൻ ഇവളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്താകും? എന്നാൽ ഇവളെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താകും? ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഇന്ന് നമ്മൾ മനുഷ്യരോട് അരുളപ്പാട് ചോദിക്കും, പക്ഷെ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുവാൻ മറന്നു പോകുന്ന ഒരു തലമുറയായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കാത്തതിനാൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം അകന്നു പോവുകയാണ്. കാരണം ഞാൻ എത്രമാത്രം ദൈവത്തോട് അടുക്കുന്നുവോ അത്രമാത്രം ദൈവം എൻ്റെ അടുക്കിലേക്ക് അടുത്തു വരും. ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകലുന്നുവോ അത്രമാത്രം എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകലും എന്നുള്ളതായ ഒരു തത്വം നമ്മൾ മറന്നു പോവുകയാണ്. ഈ യൗസേപ്പ് പിതാവ് മലാഖയുടെ അരുളപ്പാട് ലഭിച്ച് കന്യകമറിയാമിനെയും കൂട്ടി പോവുകയാണ്. തുടർന്നുള്ളതായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ ഇടയ്ക്ക് 2 പാരമ്പര്യ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുള്ള 2 ചെറിയ കഥകളുണ്ട്. യേശുവിൻ്റെ ജനനം കന്യകമറിയാമിനെ ചേർത്തുകൊണ്ടു ബേത്ലഹേമിൽ പേര് ചാർത്തുവാൻ പോയപ്പോൾ കന്യക പ്രസവിക്കുന്നു. ശിശുവിനെയും കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്നതായ പ്രതിസന്ധികളെ പറ്റി ഓരോ സ്ഥലത്ത് വെച്ചും ഏകദേശം സ്വപ്നത്തിലുള്ള അരുളപ്പാട് മാത്രമാണ് യോസഫിന് ലഭിക്കുന്നത്. അത് കേട്ടറിഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിതാക്കന്മാരുടെ എഴുത്തുകളിലുള്ള 2 കഥകളിലൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ യാത്ര ചെയ്യുന്നതായ സമയത്ത് യേശു കുഞ്ഞിനെയും എടുത്ത് കന്യകമറിയാമും യൗസേപ്പും യാത്ര ചെയ്യുന്നതായ സമയത്ത് തൊട്ടു പിന്നാലെ പിടികൂടുവാൻ തക്കവണ്ണം സൈന്യമുണ്ട്. വയലിൽ കൂടി യാത്ര ചെയ്യുന്നതായ നമുക്കറിയാം, ഇന്നത്തെ പുതിയ തലമുറയ്ക്കൊന്നും പരിചയമില്ലെങ്കിലും അല്പം തല നരച്ച ആളുകൾക്കൊക്കെ അറിയാം വയലിൽ കൂടിയുള്ളതായ യാത്ര. ഇങ്ങനെ വളരെ സമാന്തരമായിട്ട് നിൽക്കുന്നതിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പോയ വഴി കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇതേ ഒരു അവസരത്തിൽ ഈ വയലിൽ കൂടെ യാത്ര ചെയ്യുന്ന യോസഫ് പിതാവും കന്യകമറിയാമും തൊട്ടു പിന്നാലെ സൈന്യങ്ങളെ കടന്നു വരികയാണ്. കന്യകമറിയാമിന്റെ കൈകളിൽ ഇരുന്നതായ യേശു തമ്പുരാൻ, യേശു കുഞ്ഞ് തങ്ങൾ യാത്ര ചെയ്ത പാതയിലേക്ക് കൈകള് ചലിപ്പിക്കുകയാണ്. ആദ്യം അത് യോസഫിനും കന്യകമറിയാമിനും മനസ്സിലായില്ല. ഒരല്പം കൂടി കഴിഞ്ഞപ്പോഴാണ് എന്താണ് ശിശു ചെയ്യുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായത്. ഇവർ യാത്ര ചെയ്തിരുന്നതായ പാതയില് ഈ നെൽവയലുകളൊക്കെയും ഇങ്ങനെ അകന്നകന്ന് യാത്ര ചെയ്ത പാത കൃത്യമായി കണ്ടുപിടിക്കത്തക്ക രീതിയിൽ ആയിരുന്നു. എന്നാൽ ഈ ശിശു യേശു കുഞ്ഞ് കൈകളെ ചലിപ്പിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു നിന്നതൊക്കെയും പൂർവ്വസ്ഥിതിയിലേക്ക് കടന്നു വന്ന് അതുവഴി ആരും യാത്ര ചെയ്തതായി പോലും അറിയാത്ത വിധത്തിൽ മാറുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ ഉള്ളതാ.
അതോടൊപ്പം തന്നെ അധികം യാത്ര ചെയ്ത് കഠിനമായി ക്ഷീണിച്ചപ്പോൾ മുൻപിൽ കണ്ടതായ ഒരു ഗുഹയിലേക്ക് കയറുകയാണ്. യേശു കുഞ്ഞും മാതാവും യോസേപ്പ് പിതാവും ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ചിലന്തി ആ ഗുഹയുടെ മുൻവശം വാതില് അതിൻ്റെ വല നെയ്ത് അടയ്ക്കുകയാണ്. സൈന്യങ്ങൾ പിന്നാലെ വന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. ഗുഹയുടെ വാതിക്കലെത്തിയപ്പോൾ അതിൻ്റെ വാതിൽ മുഴുവനും ആരും പ്രവേശിച്ചിട്ടില്ലാത്ത രീതിയിൽ തന്നെ ചിലന്തി വലയൊക്കെ കെട്ടി അടച്ചു ഭദ്രമാക്കി സൂക്ഷിച്ചിരിക്കുന്നു. അവര് മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെയുള്ളതായ ഓരോ ആപത് ഘട്ടങ്ങളിലും യേശു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നതായ ആ ശിശുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് കന്യകമറിയാമും യൗസേപ്പ് പിതാവും നടന്ന് നീങ്ങുകയാണ്. യാത്ര അവസാനിക്കുമ്പോൾ അവരെത്തേണ്ടതായ സ്ഥലത്ത് എത്തുകയും യേശു തമ്പുരാൻ തൻ്റെ പരശുശ്രൂഷയുടെ ആരംഭത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇവിടെ ഇനി ഒരു എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ ചോദിക്കുന്നതായ ഒരു ചോദ്യമുണ്ട്. ഈ സുബോറ കാലം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി, അറിയിപ്പിന്റെ കാലം എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങി. കന്യകമറിയാം കാലം ആരംഭിച്ചത് അതിൻ്റെ 4-ാമത്തെ ഞായറാഴ്ചയാണ് ദൈവത്തിന്റെ അരുളപ്പാട് കന്യകയ്ക്ക് ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന്. ഈ അരുളപ്പാട് ലഭിച്ച അതിനുശേഷം 4-ാമത്തെ ഞായറാഴ്ച ശിശു പിറക്കുകയാണ്. അന്ന് സഭാപിതാക്കന്മാർ ഇതൊക്കെ ക്രോഡീകരിച്ചു കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ടായി, അല്ലെങ്കിൽ അന്നത്തെ വേദവിപരീതകളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു സംശയമുണ്ടായി, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അരുളപ്പാട് ലഭിച്ചതിന് ശേഷം ഏകദേശം 4 ആഴ്ചകൾ അങ്ങോട്ട് പൂർത്തിയായപ്പോൾ ശിശു എങ്ങനെയാണ് പിറക്കുന്നത് എന്ന് ഈ ഒരു സംശയത്തിന് ഉത്തരം നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാക്കന്മാർ കൂടി ആലോചിച്ചു. അതിനുശേഷം അവർ ഒരു തീരുമാനമെടുത്തു. അവരെടുത്ത തീരുമാനം നിങ്ങൾക്ക് പറയാമോ? പരിശുദ്ധ പിതാക്കന്മാരെ കൂടി ആലോചിച്ച് എടുത്തതായ തീരുമാനം എന്തെന്ന് പറയാമോ? അറിയിപ്പ് പെരുന്നാള് ഒരു സഭാവർഷത്തിൽ എത്ര പ്രാവശ്യം ആഘോഷിക്കുന്നുണ്ട്? ദൈവമാതാവിന് കന്യകമറിയാമിനോടുള്ള അറിയിപ്പ് പെരുന്നാള് ഒരു വർഷം എത്ര പ്രാവശ്യം ആചരിക്കുന്നുണ്ട്? പാരവിശ്വാസം പഠിച്ച് നമ്മൾ അങ്ങേ മൂർധന്യാവസ്ഥയിലെത്തി. എല്ലാ ആഴ്ചയിലും കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വിശ്വാസമൊക്കെ പഠിച്ചതൊന്നും നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ എന്ത് പ്രയോജനം? ആണ്ടിൽ 2 പ്രാവശ്യം ഒരു പെരുന്നാൾ തന്നെ ആചരിക്കുന്നുണ്ട്. ഒന്ന് ദൈവമാതാവിനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച, അതായത് ഈ ക്രിസ്മസിന് മുമ്പുള്ളതായ ഈ ദിവസങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു ദിവസം വളരെയധികം പ്രാധാന്യം കൊടുത്ത് ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. മാർച്ച് മാസം 25-ാം തീയതി. എന്താ പെരുന്നാളിന്റെ പേര്? വചനിപ്പ് പെരുന്നാള്. ഇനി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കാട്ട്. മാർച്ച് മാസം 25-ാം തീയതി കന്യകമറിയാമിന് ദൈവത്തിന്റെ അരുളപ്പാട്, ശിശുവിന്റെ ജനനത്തെ പറ്റി കന്യകമറിയാമിന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി എങ്കിൽ ഡിസംബർ മാസം 25-ാം തീയതി ആകുമ്പോഴേക്ക് ഒരു നല്ല ശിശുവിനെ പ്രസവിക്കുവാനുള്ളതായ സമയം ഉണ്ട്. നോക്കിക്കോണം. നമ്മൾ അറിയുന്നില്ല. നമ്മൾ 25-ാം തീയതി വന്ന മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് വാപിളർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പോവുക മാത്രമേ ഉള്ളൂ. ഈ പെരുന്നാൾ എങ്ങനെ കടന്നു വന്നു എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. വേദഭാഗങ്ങളൊക്കെ ക്രോഡീകരിച്ച് വന്നപ്പോൾ പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾക്ക് വിപരീതമായിട്ട് ചിന്തകൾ ഉണ്ടായപ്പോൾ, ഇന്നുണ്ടായിരുന്നത് പോലെ തന്നെ അന്നും വേദ വിപരീതികൾ അനേകമുണ്ടായിരുന്നു. അവര് പിതാക്കന്മാരുടെ അവര് രൂപപ്പെടുത്തുന്നതായ വിശ്വാസ സംഹിതകൾക്ക് എതിരായിട്ടാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് എഴുതപ്പെട്ടു വെച്ചിരിക്കുന്നതായ വിശ്വാസ സംഹിതകളൊന്നും മനസ്സിലാക്കുവാൻ ആർക്കും സാധിക്കാത്തതിനാൽ അതിൽ നിന്നുള്ളതായ വേദവിപരീതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ചൊല്ലുമ്പോൾ അർത്ഥമറിയാതെ ചൊല്ലുമ്പോഴുണ്ടാകുന്ന വേദവിപരീതങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത് വ്യാഖ്യാനിക്കുവാൻ പോലും ആർക്കും മനസ്സിലാക്കി എടുക്കുവാൻ പോലും ആർക്കും പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വലിയ ചിന്തകളും കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ പരിശുദ്ധ പിതാക്കന്മാർ ഇവയൊക്കെ ക്രോഡീകരിച്ചപ്പോൾ ഇതിന് വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശക്തമായ ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പരിശുദ്ധ പിതാക്കന്മാര് വ്യക്തമായി മറുപടി നൽകുന്നത്. എന്നാൽ
4 ആഴ്ചകൾക്കുള്ളിൽ യേശുക്രിസ്തു പിറന്നു എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ദൈവമാതാവിൻ്റെ അരുളപ്പാട് നടന്നത് മാർച്ച് മാസം 25. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് ശേഷം നമ്മുടെ മനുഷ്യ ജീവിത പ്രകാരം ഒരു ശിശു ഉദരത്തിൽ രൂപം കൊണ്ട് അവൻ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാൻ ആവശ്യമായ സമയം അതിൻ്റെ ഉള്ളിലെ പരിശുദ്ധ പിതാക്കന്മാരെ ചിന്തിച്ച് രൂപപ്പെടുത്തിയെടുത്തു. അതുകൊണ്ടാണ് മാർച്ച് 25-ാം തീയതി പ്രത്യേകത എന്താ? എല്ലാ ദേവാലയത്തിലും വിശുദ്ധ ബലി അർപ്പിക്കണം. അതിന് ഈ ദുഃഖവെള്ളിയാഴ്ചയാണെങ്കിൽ പോലും അതിരാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം മാത്രമേ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത അപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു പെരുന്നാൾ ആഘോഷിച്ചത് അതിൻ്റെ ക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ കഷ്ടാനുഭവ ആഴ്ചയുടെ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾ പോലും ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ എത്രമാത്രം പ്രാധാന്യം പരിശുദ്ധ പിതാക്കന്മാർ അതിന് നൽകിയിരുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു പ്രശ്നം തീർന്നപ്പോൾ പിതാക്കന്മാര് അവരുടെ സംശയത്തിന് ഉത്തരം കൊടുത്തു. അപ്പോൾ വീണ്ടും അടുത്ത സംശയവുമായിട്ട് ഈ പിതാക്കന്മാർക്ക് എതിരായിട്ട് സംസാരിക്കുന്നവര് കടന്നു വരികയാണ്. അപ്പോൾ അവരുടെ അടുത്ത സംശയം, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കന്യക എങ്ങനെ ഗർഭം ധരിക്കും? കന്യക എങ്ങനെ ഗർഭം ധരിക്കും? ഒത്തിരി നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കലുകളൊക്കെ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യാചിക്കുന്ന എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിച്ച് പഠിക്കുമ്പോഴെല്ലാം ഈ ഒരു വേദഭാഗത്തെ പറ്റി നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. അതിനൊരു വലിയ അടയാളം തന്നെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ ഇത് പറയുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ എഴുത്തുകാരനായിരുന്നു, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നത് രേഖപ്പെടുത്തി വെക്കുന്ന ആളായിരുന്നു ശിമയോൻ. ഈ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ ഈ ഒരു പേര്? എവിടെയാ കേട്ടത്? യെരൂശലേം ദേവാലയത്തിലാ. യേശു കുഞ്ഞിനെയും കൈകളിലേന്തി കന്യക മറിയാമും യൗസേപ്പും ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ശിശുക്കളെ ആ ശിമയോൻ കടന്നു വന്ന ഈ ശിശുവിനെ കൈകളിലേന്തി പറയുന്നതായ ഒരു വാക്കുണ്ട്. എന്താ വാക്ക്? അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. അത് പറയുന്നതിന് ഒരു പാരമ്പര്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ പ്രവചനം പറഞ്ഞു, അത് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ശിമയോൻ ഈ ഭാഗം വന്നപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളതായ വേദഭാഗം വന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാണ്. ഈ ഭാഗം വന്നപ്പോൾ എഴുത്തങ്ങ് നിർത്തിയിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു, ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് ഈ ശിമയോന് ഒന്ന് ചിന്തിച്ചു. അപ്പോൾ യെശയ്യാവ് വീണ്ടും പറഞ്ഞു, നീ ഇപ്പോൾ അത് എഴുതുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. എന്നിട്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത് സത്യമായി നീ കാണുന്നത് വരെ നീ മരിക്കുകയില്ല. ഈ വചനം നിവൃത്തിയായി അത് നിന്റെ മുൻപിൽ എത്തും വരെ നീ മരിക്കുകയില്ല എന്നുള്ളതായ ഒരു വാക്കുകൂടെ ഈ യെശയ്യാ പ്രവാചകന് ശിമയോന്റെ അടുക്കൽ പറയുകയാണ്. അന്ന് മുതൽ യെരൂശലേം ദേവാലയത്തിൽ പാർത്തിരുന്ന ശിമയോൻ യേശു കുഞ്ഞ് ദേവാലയത്തിൽ എത്തിയെന്ന് അറിഞ്ഞ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മാതാവിൻ്റെ കൈകളിൽ നിന്ന് ആ ശിശുവിനെ ഏറ്റുവാങ്ങി തമ്പുരാനോട് പറയുകയാ, അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ഇതൊക്കെ ഞാൻ കാണേണ്ടതൊക്കെ കണ്ടുവല്ലോ. ഈ ഒരു ചോദ്യത്തിന് പരിശുദ്ധ പിതാക്കന്മാര് എന്താ ഉത്തരം കൊടുത്തതെന്നറിയണ്ടേ? കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന തത്വം വിശ്വസിക്കാതിരുന്ന ശിമോന് ഉണ്ടായ അനുഭവം നിങ്ങൾ കേട്ടു. അതേപോലെ തന്നെ ഈ പിതാക്കന്മാര് പഠിപ്പിച്ചപ്പോൾ, കന്യകയുടെ പുത്രനെന്ന് പഠിപ്പിച്ചപ്പോൾ അത് വിശ്വസിക്കുവാൻ സാധ്യമല്ലാതെ അല്ലെങ്കിൽ അതിനെതിർത്ത് സംസാരിച്ച വേദവിപരീതികൾക്ക് പരിശുദ്ധ പിതാക്കന്മാരെ നൽകിയതായ മറുപടിയാണ് നമ്മളെല്ലാ ഞായറാഴ്ചയും പോയി നിന്ന് പാടാറുണ്ട്. ശ്രീവാ നമസ്കാരത്തിലെ 3-ാം മണി നമസ്കാരത്തിൻ്റെ പാട്ട്. എന്താ പാടുന്നത് എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് അറിയുകയുമില്ല. അവിടെ പരിശുദ്ധ പിതാക്കന്മാര് പാടുന്നത് ഇപ്രകാരം, ഒന്ന് കൂടെ ചേർന്ന് പാടിക്കേ. ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ ദൈവിക കുഞ്ഞാടിനെയാചര്യം
തന്മടിയിൽ താലോലിച്ചാൽ ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായി വാനീശൻ വീര്യത്താൽ അവളെ താങ്ങി ക്രോബേദോദരത്തിന്മേൽ ഏറിടുന്നോനെ ഏറ്റാൾ. ഇതിനകത്ത് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് ദൈവമാതാവിൻ്റെ ബഹുമതികളാണ്. ദൈവത്തെ പറ്റൊരു മാതാവ് മറിയാമേറ്റവും വാഴ്വേറ്റവും. നമ്മുടെ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. പാടിയാൽ അർത്ഥം മനസ്സിലാവത്തില്ല, വായിച്ചാൽ അർത്ഥം നന്നായിട്ട് മനസ്സിലാവും. നീളത്തിലും നിറത്തിലും ഒക്കെ അങ്ങോട്ട് പാടി കഴിയുമ്പോൾ എന്താ പാടുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ആരാധനാ ക്രമത്തിലെ ആരാധന പാട്ടുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. പാടിയിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് വായിക്കുകയാണ്. ദൈവത്തെ പറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോൾ, ദൈവിക കുഞ്ഞാടിനെ ആശ്ചര്യം തൻ മടിയിൽ താലോലിച്ചാൾ. ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായി വാനീശൻ വീര്യത്താൽ അവളെ താങ്ങി ക്രോബേ ദൂതരഥത്തിന്മേൽ ഏറിയിടുന്നോനെ ഏറ്റാൾ. ഇപ്പൊ മനസ്സിലായോ എന്തൊക്കെയാ? യേശു കുഞ്ഞുവിനെ തൻ്റെ മടിയിൽ ഏറ്റവള്, ഒരു അഗ്നിയെ തൻ്റെ ഉള്ളിൽ വഹിച്ചപ്പോഴും ദഹിച്ചു പോകാത്തവള്, ഇതൊക്കെയാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്താണ് ഈ ഇത്രമാത്രമൊക്കെ പറയുന്ന കന്യക അവളെ എങ്ങനെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മാതാവെന്ന് അവളെ വിളിക്കുന്നതിന് എന്ത് തെറ്റാണ് ഉള്ളത്? അല്ലെങ്കിൽ ആ കന്യക ഗർഭിണിയായി എന്ന് വിശ്വസിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ ഇതിനൊക്കെ ഉത്തരം പറയുക. പിതാക്കന്മാര് പറഞ്ഞത്, കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ചു എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകുക. പരിശുദ്ധ പിതാക്കന്മാർ കൂട്ടിച്ചേർത്ത് പാടിയിരിക്കുന്ന ഭാഗം ഒന്ന് നോക്കിയേ. അത്ഭുതമാം ഫലമേകം വൃക്ഷം കർക്കശമാം ശിലമീനേവം പാഷാണ്ഡർക്കെതിരെ ദൃഷ്ടാന്തം 3 സഭ കാട്ടുന്നു. കുഞ്ഞാടിന് വൃക്ഷം നൽകി, തീക്കൽ പാറജലം നൽകി, എസ്തീറ മത്സ്യവുമേകി. അവസാനത്തെ ലൈനൊന്ന് നോക്കിയേ. കന്യാക്ഷേപകരെ 3 പരിഹാസത്തോട് വീക്ഷിപ്പു. ചോദ്യം ഇതാ, കന്യക എങ്ങനെ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുമെന്ന് വിശ്വസിക്കുവാൻ സാധിക്കാത്തവർ ഉത്തരം നൽകുക. എന്താ ഒന്നാമത്തെ ചോദ്യം? എങ്ങനെയാണ് വൃക്ഷത്തിന്റെ ശിഖരത്തിലിരുന്ന് കുഞ്ഞാടിനെ അബ്രഹാം പിതാവിന് ലഭിക്കുന്നത്? അത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു പോസിബിലിറ്റിയും ഇല്ല. ഒരു കുഞ്ഞാട് വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ കുടുങ്ങിക്കിടക്കുവാൻ തക്കവണ്ണം യാതൊരു പോസിബിലിറ്റിയും ഇല്ല. എങ്ങനെയാണെന്ന് നിങ്ങൾ തെളിയിക്കുക. അത് അബ്രഹാം പിതാവ് ബലിയർപ്പിക്കാൻ പോയതായ സാഹചര്യമാണ് പരിശുദ്ധ പിതാക്കന്മാർ എടുത്ത് കാണിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ കുഞ്ഞാടിനെ കിട്ടാൻ എവിടെയാണ് മാർഗം? ഏതെങ്കിലും കുഴിയിലോ അല്ലെങ്കിൽ മുള്ളുകൾക്കിടയിലോ ഒക്കെ കുരുങ്ങി കിടക്കാനാണ് സാധ്യം. അവിടെ പറഞ്ഞിരിക്കുന്ന വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാടിന് വൃക്ഷം നൽകിയെന്ന. വൃക്ഷം എങ്ങനെയാണ് കുഞ്ഞാടിനെ നൽകിയത്? ഇത്രമാത്രം ഉയരത്തിൽ നിൽക്കുന്നതായ ഒരു പർവ്വതത്തിങ്കല് ഒരു കുഞ്ഞാടിനെ വൃക്ഷം എങ്ങനെ നൽകിയെന്ന് നിങ്ങളൊന്ന് പഠിപ്പിക്കുക. രണ്ടാമത് പരിശുദ്ധ പിതാക്കന്മാര് തിരിച്ചു ചോദിച്ചു, തീക്കൽ പാറയിൽ നിന്ന് എങ്ങനെയാണ് ജലം പുറപ്പെട്ടത്? ഇസ്രായേൽ ജനത്തെയും കൊണ്ട് മിസ്രയീമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ദാഹിച്ചു വലഞ്ഞ ജനം ദൈവത്തിനും മോശയ്ക്കും എതിരായിട്ട് പിറുപിറുത്തപ്പോൾ മോശയോട് ദൈവം അരുളി ചെയ്തു, നിന്റെ വടി നീട്ടി നീ പാറമേല് തൊടുക. എങ്ങനെയാണ് പാറയിൽ നിന്ന് ജലം പൊട്ടി പുറപ്പെട്ട് ആ ജനത്തിന് മുഴുവനും ദാഹം അകറ്റുവാന് ജലാശയം പോലെ തീർന്നത് എന്ന്? മൂന്നാമത് ചോദിക്കുകയാ, എസ്തീറ മത്സ്യവും ഏകി. പുതിയ നിയമത്തിലെ വ്യാഖ്യാനമാണ്. യേശു തമ്പുരാന്റെ അടുക്കല് ചുങ്കം പെരുവുകാർ എത്തി. യേശു തമ്പുരാൻ പത്രോസിനോട് പറയുന്നുണ്ട്, നീ എവിടേക്ക് പോവുക? കടലിലേക്ക് പോവുക, ചൂണ്ടലിടുക, ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ് പിളർന്ന് നോക്കുക, അതിൽ നിന്ന് കിട്ടുന്നത് എടുത്ത് എനിക്കും നിനക്കുമായിട്ട് കൊടുക്കുക. മീൻ വെട്ടിയിട്ടുള്ളവർക്കറിയാം മീൻ്റെ വായ് എങ്ങനെയാണ്. ആ വായ്ക്കുള്ളിൽ എന്തെങ്കിലും ഇരിക്കാൻ സാധിക്കുമോ? ആ മീൻ്റെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് ശ്വാസോച്ഛ്വാസം നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വായാണ്. പരിശുദ്ധ പിതാക്കന്മാര് ദൈവമാതാവിന് എതിരായിട്ട് സംസാരിച്ചവർക്ക് നൽകിയതായ ഉപദേശം, അവരോട് പറഞ്ഞതായ അവരുടെ ഇടയ്ക്ക് ഉന്നയിച്ചതായ ആരോപണങ്ങൾ ഇതാ. ഞങ്ങള് വിശ്വസിക്കാതെ ഇരിക്കാം,
കന്യക മകനെ പ്രസവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാതെ ഇരിക്കാം. പക്ഷേ അത് ഞങ്ങൾ വിശ്വസിക്കാതെ ഇരിക്കണമെങ്കിൽ ഈ അടയാളങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങളൊന്ന് വിവരിച്ചു തന്നാൽ മതി എന്ന്. ഇത് കേട്ട് കഴിഞ്ഞാൽ പണ്ടുള്ള പിതാക്കന്മാരല്ല, ഇന്നുള്ള പിതാക്കന്മാർക്ക് പോലും ഇതൊന്നും വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ അമ്മ ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ജനന പെരുന്നാളിലേക്ക് അടുത്തു വരുമ്പോൾ, ജനന പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ ഈ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, യേശു തമ്പുരാന്റെ ജനനം അത് അനേക നാളുകൾക്ക് മുമ്പ് തന്നെ വെളിപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ പ്രാധാന്യമൊക്കെ കുറഞ്ഞുപോയി. ആരാധനയേക്കാൾ ഉപരി ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ, അല്ലെങ്കിൽ ആരാധനാ ഭാഗങ്ങളൊക്കെ ചടങ്ങുകളായി മാറിയപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ജനന പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് തീജ്വാലയുടെ ശുശ്രൂഷ. നമുക്കും ദൈവകൃപയാൽ പലരും ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. കാരണം കുർബാന അനുഭവിക്കാൻ സമയമാകുമ്പോഴത്തേക്കാണ് കടന്നു വരാറുള്ളത്. സമയങ്ങളൊക്കെ ക്രമീകരിച്ച് തന്നു നോക്കി, ഒരു രക്ഷയുമില്ല. വീണ്ടും അച്ഛനും ശുശ്രൂഷക്കാരും പിന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരും കാണും. ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഇപ്രകാരമുണ്ട്. 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീജ്വാലയുടെ ശുശ്രൂഷ. പല വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇരുളിരുന്നതായ ജനം യേശു തമ്പുരാന്റെ ജനനത്തോടുകൂടി പ്രകാശത്തിലായ അവസ്ഥ. മറ്റൊരു വ്യാഖ്യാനമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന്റെ സദ്വാർത്ത അറിയിക്കുമ്പോൾ ആട്ടിടയന്മാർ കൂട്ടം കൂടിയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ട്. എന്നാൽ എന്തുമായിക്കൊള്ളട്ടെ, പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ഇരുളിലിരുന്ന ജനത്തിനുണ്ടായതായ പ്രകാശമാണ് യേശു തമ്പുരാൻ. ആ ജനന പെരുന്നാൾ നമ്മൾ നടത്തുന്നതായ പ്രദക്ഷിണം, ഇനി പ്രദക്ഷിണത്തിനും പ്രത്യേകതയുണ്ട്. വടക്കേ വാതിൽ വഴി ഇറങ്ങി ദേവാലയത്തിന്റെ മുൻപിൽ വന്ന് ഏവൻഗേലിയോൻ വായിച്ച് തീജ്വാല ശുശ്രൂഷ നടത്തി അതിൽ നമ്മുടെ കാഴ്ചകളായി സുഗന്ധദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് ദേവാലയത്തിന് പ്രദക്ഷിണം വെച്ച് ഉള്ളിലേക്ക് കടന്ന് സ്ലീബ ആഘോഷം നടത്തുന്നു. അതും ഒത്തിരി വിവാദങ്ങൾ ഇന്ന് ഉണ്ട്. അതുകൊണ്ട് ഓർക്കുക, കർത്താവിൻ്റെ ജനന പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ, ആ പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ മനസ്സ് ഇതായിരിക്കണം. വിദ്വാൻമാർ കാഴ്ചകളുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നതുപോലെ യേശു ജനിച്ച സദ്വർത്തമാനം കേൾക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും അതിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുമ്പോൾ ആട്ടിടയന്മാരോട് ചേർന്ന്, വിദ്വാൻമാരോട് ചേർന്ന് എൻ്റെ ദൈവത്തിൻ്റെ ജനനത്തെ പാടി സ്തുതിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടാവണം. ആ യോഗ്യത നേടിയെടുക്കുന്നത് ഈ നോമ്പിലൂടെയാണ്. അത് ഓരോ വ്യക്തിക്കും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ നോമ്പിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ സഭ വ്യക്തമായ ഒരു ചിന്ത നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നോമ്പ് എന്തിനാണ്, എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, അത് പാലിക്കുവാൻ തക്കവണ്ണം സഭാമക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നാം അനുഷ്ഠിക്കുന്നതായ ശുശ്രൂഷകൾ കൊണ്ട് നമ്മുടെ ഉള്ളിൽ കൂടുതലായി പ്രകാശം ലഭിക്കുവാൻ, ജീവനുള്ള അവസ്ഥയിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. പരിശുദ്ധമായ ജനന പെരുന്നാളിന് ഒരുങ്ങുമ്പോൾ ആ ശുശ്രൂഷ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം. ഇത് പ്രവാചകന്മാർ മുഖാന്തരം അരുളപ്പാടുണ്ടായത് എനിക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം, എനിക്ക് സാക്ഷിയാകുവാൻ തക്കവണ്ണം പിതാക്കന്മാർ ഒരുക്കി തന്നിരിക്കുന്ന ശുശ്രൂഷയാണ്. എൻ്റെ ക്രിസ്തുവിൻ്റെ ജനനത്തിന് സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ ആട്ടിടയന്മാരോടും വിദ്വാൻമാരോടും ചേർന്ന് തങ്ങളുടെ ഉള്ളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ പുതിയ ജീവൻ സ്വീകരിക്കണമെങ്കിൽ ഒരുക്കത്തോടെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അതിന് ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും സഹായമായിരിക്കട്ടെ. ഈ പറഞ്ഞതായ ചിന്തകൾ നമ്മുടെ വേദപുസ്തകത്തിനേക്കാൾ ഉപരി, വേദപുസ്തകത്തിലും അതിൽ നിന്ന് അല്പം കൂടെ അകലെയായി പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളുള്ളതായ കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ പോവുകയാണ്. ഇങ്ങനെ വേദപുസ്തകത്തിൽ മാത്രമല്ല, അതിനേക്കാൾ ഉപരി പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലും അനേക കാര്യങ്ങളുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞാനിങ്ങനെ ഒരു ശ്രമം നടത്തിയത്.
എന്നെ കേട്ട എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നല്ല ഒരു ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ക്രിസ്തുവിൻ്റെ പുതിയ അംശം രൂപപ്പെടുവാൻ തക്കവണ്ണം ഈ ക്രിസ്തുമസ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.